വളരെ അപ്ഡേറ്റഡായ ആത്മീയ ഭൗതിക തലങ്ങളെ വളരെ മനോഹരമായി സമന്വയിപ്പിച്ച ഒരു കൂട്ടം ചെറുപ്പം ഓരോ 2 വർഷക്കാലത്തും ഇവിടെ സജ്ജമാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇസ്ലാമിക പ്രസ്ഥാനത്തിന് ഉറപ്പ് നൽകുന്ന ഒരേ ഒരു പ്ലാറ്റ്ഫോമാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അക്കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാവുന്ന 2 വർഷമാണ് കഴിഞ്ഞുപോയത്. SIO-വിൻ്റെ കഴിഞ്ഞ മീക്കാത്തിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചവർക്ക് മനസ്സിലാകും, SIO-വിൻ്റെ ചരിത്രത്തിൽ ഇത്രയേറെ പബ്ലിക്കേഷൻസ്, ഇത്രയേറെ വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ വളരെ ചെറിയ കാലയളവിൽ, ചുരുങ്ങിയ കാലയളവിൽ നടന്നത് ഇക്കഴിഞ്ഞ മീക്കാത്തിലായിരുന്നു എന്ന് തറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് നിലവിലുള്ള നേതൃത്വത്തെ സംബന്ധിച്ച് അവർക്ക് നമ്മൾ പ്രാർത്ഥിക്കുവാൻ, അവരുടെ പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു തുടർന്നും കരുത്തേകാൻ നമ്മളുടെ പ്രാർത്ഥന തുടരുവാൻ നമ്മളെ പര്യാപ്തമാക്കുന്ന ഒന്നാണ്. SIO-വിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പുതിയ അധ്യക്ഷന്മാർ, ദേശീയ നേതൃത്വമാകട്ടെ, സംസ്ഥാന നേതൃത്വമാകട്ടെ, ദേശീയ സെക്രട്ടറി ആകട്ടെ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ആകട്ടെ, ഇവരെല്ലാം മുന്നണി പോരാളികളായി തന്നെ നമുക്ക് മുന്നിൽ ഉണ്ടായവരാണ് എന്നുള്ളത് അവരുടെ മറ്റെല്ലാ കഴിവുകളെയും പോലെ തന്നെ പുതിയൊരു കാലത്ത്, പുതിയ വെല്ലുവിളികൾ നിറഞ്ഞ കാലത്ത് അത്തരമൊരു നേതൃത്വത്തിനും SIO കെൽപ്പുള്ളതാണ്, സജ്ജമാണ് എന്ന് നമ്മളെ വീണ്ടും നമ്മളുടെ സന്തോഷം, ആനന്ദം ഇരട്ടിപ്പിക്കുന്ന കാരണമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്താണ് SIO? SIO-വിനെ സംബന്ധിച്ച് മറ്റുള്ളവർ പറയുന്ന, ചുറ്റുപാടുമുള്ളവർ നിരീക്ഷിക്കുന്ന വളരെ രസകരമായ ചില നിരീക്ഷണങ്ങൾ, ലോകത്തുള്ള എല്ലാറ്റിനെയും കുറിച്ച് സംസാരിക്കുന്ന SIO, നീ എന്ത് തേങ്ങയാടാ ഈ പറയുന്നത് എന്ന് മലയാളത്തിൽ വളരെ രസകരമായി ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ SIO-കാരൻ്റെ ചില വർത്തമാനങ്ങളെക്കുറിച്ച് നീ എന്തിനാണ് ഈ അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് എന്ന് ഒരു വേള SIO-കാരനോട് മറ്റ് ചില ആളുകൾ ചോദിക്കാറുണ്ട്. ക്യാമ്പസിൽ ആ ചോദ്യം അവൻ അഭിമുഖീകരിക്കാറുണ്ട്. പൊതുസമൂഹത്തിൽ ആ നിലയിൽ തന്നെ ആ ചോദ്യത്തെ അഭിമുഖീകരിച്ച് അവൻ ഉത്തരം പറയാറുണ്ട്. അപ്പോഴെല്ലാം ആ ഉത്തരങ്ങളുടെയും ആ ചോദ്യങ്ങളുടെ പ്രതിസ്ഥാനത്തിൽ നിൽക്കുമ്പോഴെല്ലാം, ആ ചോദ്യം ഏറ്റുവാങ്ങുമ്പോഴെല്ലാം അതിൻ്റെ കേന്ദ്രബിന്ദുവായി ഇസ്ലാമിനെ തന്നെ പ്രതിഷ്ഠിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് SIO-വിൻ്റെ സ്ട്രെങ്ത് എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി നിരോധനങ്ങളുടെ കാലത്ത്, വിലക്കുകളുടെ കാലത്ത്, തിട്ടൂരങ്ങളുടെ കാലത്ത്, അങ്ങേയറ്റം ദുരുപദിഷ്ടവും ദുഷ്ടലാക്കോടും കൂടിയ പുതിയ റാൻമൂളലുകളുടെ കാലത്ത്, അങ്ങേയറ്റത്തെ വിസമ്മതത്തിൻ്റെയും വിയോജിപ്പിൻ്റെയും പുതിയ ഭാഷകൾ രൂപപ്പെടുന്ന കാലത്ത് തന്നെ ഇസ്ലാമിനെ കേന്ദ്രബിന്ദുവായി നിർത്തി സംസാരിക്കാൻ SIO-വിൻ്റെ തലവാചകങ്ങൾ, കഴിഞ്ഞ ഏരിയ സമ്മേളനങ്ങളുടെ ഭംഗിയായ മുദ്രാവാക്യങ്ങൾ, പൊതുലോകത്തിൻ്റെ വിമോചന ഭാവനയായി ഇസ്ലാമിനെ തന്നെ പറയാനുള്ള തൻ്റെ ഇടം, അതിൻ്റെ പേരാണ് SIO. അതുകൊണ്ട് SIO സംസാരിക്കുന്ന ലോകകാര്യങ്ങൾ, അന്താരാഷ്ട്ര കാര്യങ്ങൾ, അത് ഈ ലോകത്തോടുള്ള ഒരു മുസ്ലിമിൻ്റെ സന്ദേശവും മുസ്ലിമിൻ്റെ ആഭിമുഖ്യവും അതിനേക്കാളേറെ മുസ്ലിമിൻ്റെ പടച്ചവനോട് നേരെയുള്ള അനുസരണ പ്രതിജ്ഞയുടെ ഭാഗമാണ്. അതുകൊണ്ട് മൊറോക്കോയെക്കുറിച്ച് SIO കേൾക്കുന്നത് വേൾഡ് കപ്പ് തുടങ്ങുമ്പോഴല്ല, അഷ്റഫ് ഹക്കീമിയെക്കുറിച്ച് മാത്രമല്ല, അഹമ്മദ് റൈസൂനിയെക്കുറിച്ചും അറിയാൻ മൊറോക്കോയിൽ നിന്ന് അറിയുന്ന ഒരു കൂട്ടരെ ബാക്കി വെച്ചതിൻ്റെ പേരാണ് SIO എന്ന് പറയുന്നത്. അതുകൊണ്ട് യൂറോ കപ്പിനെ കുറിച്ച് മാത്രമല്ല, യൂറോ കേന്ദ്രീകൃതമായ വിജ്ഞാനത്തെക്കുറിച്ച് സംസാരിക്കാൻ, ക്യാമ്പസിൽ അതിനെക്കുറിച്ച് പറയാൻ, ഒരു കാലത്ത് ആരും സംസാരിക്കാനില്ലാതിരുന്ന സമയത്ത് ഉസ്താദ് അബ്ദുൽ നാസർ മഅദനിയെ കുറിച്ച് ക്യാമ്പസിൽ സംസാരിച്ചു തുടങ്ങാൻ, ഇറോം ഷർമിളയെക്കുറിച്ച് സംസാരിക്കാൻ, സ്റ്റാൻസാമിയെ കുറിച്ച് സംസാരിക്കാൻ, ഡോക്ടർ ബിനായക് സനിനെ കുറിച്ച് സംസാരിക്കാൻ എല്ലാം ധൈര്യപ്പെട്ടതിൻ്റെ, എഴുന്നേറ്റ് നിന്നതിൻ്റെ പേരുകൂടിയാണ് SIO എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇസ്ലാമിനെ കേന്ദ്രബിന്ദുവാക്കി പ്രോജ്വലിപ്പിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന വലിയ ഒരു വിപ്ലവ സംഘത്തിൻ്റെ, ഒരു യുവജന വിദ്യാർത്ഥി സംഘത്തിൻ്റെ പേരുകൂടിയാണ് SIO. മഹാനായ യൂസുഫുൽ ഖർലാവി അദ്ദേഹത്തിൻ്റെ മനോഹരമായ കവിതയിൽ പറയുന്നത് പോലെ
മൊറോക്കോയെ ഇന്ത്യയിൽ നിന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, യാ അഹി ഫിൽ ഹിന്ദി ഔ ഫിൽ മഗ്രിബി, അല്ലയോ ഇന്ത്യയിലുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദര, ഔ ഫിൽ മഗ്രിബി, അങ്ങ് പടിഞ്ഞാറേ ദേശത്തുള്ള മൊറോക്കോയിലുള്ള എൻ്റെ സഹോദര, അന മിൻക, ഞാൻ നിന്നിൽ നിന്നാണ്, അൻത മിന്നി, നീ എന്നിൽ നിന്നാണ്, അൻത ബി, നീ എന്നെ കൊണ്ടാണ്, ലാ തസൽ അൻ ഉൻസുരി വ നസബി, എൻ്റെ വംശത്തെക്കുറിച്ചോ തറവാടിനെ കുറിച്ചോ നീ എന്നോട് ചോദിക്കരുത്. കാരണം ഇന്നഹുൽ ഇസ്ലാമു ഉമ്മി വ അബി, എൻ്റെ ഉമ്മയുടെയും വാപ്പയുടെയും പേര് തന്നെ ഇസ്ലാം എന്നാണെന്ന് പറയുന്ന ആ തൻ്റെ ഇടത്തിലും ആത്മവിശ്വാസത്തിലും ആർജവത്തിലും എഴുന്നേറ്റ് നിൽക്കുന്ന SIOവിന് തീർച്ചയായും മുന്നോട്ട് കൊണ്ടുപോകാൻ അതിൻ്റെ പ്രവർത്തന കാലയളവ് ഏറ്റവും സുന്ദരമായി തന്നെ ആത്മവിശ്വാസത്തോടു കൂടി തുടങ്ങുവാൻ പറ്റുന്ന കെൽപ്പുള്ള നേതൃത്വത്തെ നൽകിയ അള്ളാഹുവിന് നമ്മൾ ഈ സന്ദർഭത്തിൽ സ്തുതി പറയുകയാണ്, നന്ദി പറയുകയാണ്. ഫലില്ലാഹിൽ ഹംദു വലഹു ശുക്ർ. SIOവിൻ്റെ പുതിയ നേതൃത്വത്തിന് തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ അതിൻ്റെ തികഞ്ഞ ബോധ്യത്തോടു കൂടി തന്നെ നിർവഹിക്കാനുള്ള എല്ലാവിധ കരുത്തും പടച്ചറമ്പുരാൻ നൽകി അവരെ തുണക്കുമാറാകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുന്നു. നമുക്കും ഏറ്റവും സുന്ദരമായ അനുയായികളായി തീരാൻ, അനുസരണത്തെ വിധേയത്വത്തെക്കാൾ അനുസരണവും, അതുപോലെ തന്നെ ഔദാര്യത്തെക്കാൾ നീതിയും, വിനയത്തെക്കാൾ ധൈര്യവും സംസാരിക്കുന്ന അലിജ ഇസ്സത്ത് ബെഗോവിച്ച് പറഞ്ഞ ഏറ്റവും സുന്ദരമായ അനുയായി വൃന്ദം കൂടിയായി തീരാൻ സാധിക്കുമ്പോൾ ഈ നേതൃത്വം ലോകത്തോട് അതിൻ്റെ എണ്ണത്തിലല്ല, അതിൻ്റെ ഗുണത്തിൽ ഈ ലോകത്തോട് സംസാരിക്കാവുന്ന ഏറ്റവും മികച്ചൊരു കൂട്ടരായി നമ്മൾ തീരുന്നു. ഈ ഭൂമിയെ അനന്തരമെടുക്കുന്ന ഇബാദിയ സ്വാലിഹൂങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുന്നു. പടച്ചറബ്ബ് നമ്മെ അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വർഹംനാ ബിഅൻവാഇ റഹ്മതിക യാ അർഹമർ റഹീമീൻ വസല്ലല്ലാഹു തആല അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂന വസലാമുൻ അൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.